എമ്പുരാൻ പടത്തിൻ്റെ വൻ വിജയം പലർക്കും അതൊരു നെഗറ്റീവായിട്ട് മാറി എന്നുള്ളതാണ്. ഈ പടം വന്നതിന് ശേഷം നല്ല റിവ്യൂ എന്നൊക്കെ തന്നെയാണ് വന്നത്. പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ റിവ്യൂവർ എന്ന് പറയുമ്പോൾ ഒരു പടത്തിൻ്റെ റിവ്യൂ നമ്മൾ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അശ്വിൻ കോക്ക് എന്ന് പറയുന്ന വ്യക്തി. പക്ഷെ ആദ്യമേയൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. കൃത്യമായിട്ടുള്ള നിലപാടുമൊക്കെ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ കാണെ അദ്ദേഹത്തോട് എനിക്കൊരു സംശയം തോന്നി. ആ സംശയം ബലപ്പെടുത്തുന്നതാണ് പിന്നെ കണ്ടത്. പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എല്ലാവരും നല്ലത് പറയുന്നതൊന്നും പുള്ളിക്ക് ഇഷ്ടപ്പെടത്തില്ല. എല്ലാവരും മോശമെന്ന് പറയുന്ന സാധനം പുള്ളി നല്ല അഭിപ്രായം പ്രകടിപ്പിച്ചു. അതുപോലെ പലപ്പോഴും റിവ്യൂ ചെയ്യുമ്പോൾ ഒരു കോമാളി രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നതെന്ന് തോന്നി. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ വേഷവിധാനങ്ങളുമൊക്കെ കൊണ്ടുവന്ന് മറ്റുള്ളവരെ ചിരിപ്പിക്കാനും മറ്റുള്ളവർ ചേട്ടൻ മാഫാണെന്ന് പറയാൻ വേണ്ടി ആണ് പുള്ളി അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഒത്തിരി ആൾക്കാർ വന്ന് അണ്ണൻ കൊള്ളാം, അണ്ണൻ ഇതാണ്, മാഫാണ്, അണ്ണൻ്റെ വീഡിയോ കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു, അണ്ണൻ എന്താണ് ഇത്രയും വൈകിയെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ പുള്ളി എന്തോ ഒരു വലിയൊരു സംഭവമാണെന്ന് പുള്ളിക്ക് പോയ ഒരു തോന്നലുണ്ടായി കാണും. ആദ്യമേ നമ്മൾ കാണുന്ന വീഡിയോ പോലെ അല്ല പിന്നെ കാണാൻ തുടങ്ങിയത്. ഇതിനിടയിൽ പുള്ളിയുടെ ചാനലൊക്കെ പോവുകയും ചെയ്യും. അപ്പം ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത് പുള്ളി വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ബിംബമായിട്ട് ഞാൻ വളരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ടി വി ചാനലുകളിലെ ചർച്ചയ്ക്കൊക്കെ അദ്ദേഹം പങ്കെടുക്കാൻ തുടങ്ങി. അതുപോലെ സിനിമയെ സംബന്ധിച്ച് പല കാര്യങ്ങളും ആധികാരികമായി അഭിപ്രായം പറയാൻ ലാസ്റ്റ് വേർഡ് താനാണെന്നൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ ഭാവത്തിലും ചലനങ്ങളിലും എല്ലാം അമിതമായി കണ്ടു തുടങ്ങി. ഒരു മനുഷ്യൻ്റെ അഹങ്കാരം തുടങ്ങുന്ന അവിടെ നിന്നാണ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു സ്ഥായിയായ വ്യക്തിയായിട്ട് നിന്ന് സാധാരണക്കാരനെ പോലെ സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയാണ് എന്നുള്ള തോന്നൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിലെ ചലനങ്ങളിലും ഭാഷയിലും ഒക്കെ ഉണ്ടാകും. ആദ്യമേ കണ്ട അശ്വിൻ കോക്കല്ല പിന്നീട് നമ്മൾ കാണാൻ തുടങ്ങിയത്. ഓരോ പ്രാവശ്യവും ആ ചലനത്തിൻ്റെയും ഭാവങ്ങളിലേക്ക് വ്യത്യാസം വന്നു. ഞാൻ എന്തോ ഒരു വലിയ അഹംഭാവിയായ ഒരു മനുഷ്യനെയാണ് പിന്നെ കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ലൂസിഫർ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ 2ാം ഭാഗത്തിന് അദ്ദേഹം കൊടുത്ത ഒരു മര്യാദയൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഹെഡിങ്ങിലൂടെ അദ്ദേഹം റിവ്യൂ, അത് 2 മില്യണിൽ കൂടുതൽ ആൾക്കാർ കണ്ടു. അപ്പോൾ അതിനകത്ത് പുള്ളി എന്താ അർത്ഥമാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. മിക്കവാറും റിവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിട്ടുണ്ട്. എന്നാലും മികച്ച പോസിറ്റീവ് അഭിപ്രായങ്ങൾ തന്നെയാണ് റിവ്യൂവിൻ്റെ സ്ഥാനത്ത് കൂടുതൽ കണ്ടത്. കഥയുമായിട്ട് ബന്ധപ്പെട്ട പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. പക്ഷേ അതിൻ്റെ മേക്കിങ്, അതിൻ്റെ ഛായാഗ്രഹണം, എന്താ പറയുന്നത്, അതുപോലെ അതിൻ്റെ മ്യൂസിക്, ഇതൊക്കെ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നതായിട്ടാണ് കേട്ടത്. പ്രത്യേകിച്ച് ലാലേട്ടനും മഞ്ജു വാര്യനും അടിച്ചു പൊളിച്ചു എന്നുള്ള സംസാരമായിരുന്നു പൊതുവെ കേട്ടത്. ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് എന്നാണ് ഞാൻ കണ്ടെന്ന റിവ്യൂവിലെല്ലാം കണ്ടത്. അതുപോലെ മഞ്ജു വാര്യർക്ക് പ്രിയദർശിനി രാംദാസ് എന്ന് പറയുന്ന കഥാപാത്രം മഞ്ജു വാര്യർക്ക് ലൂസിഫറിൽ ഒന്നും ചെയ്യാനില്ലെങ്കിലും ഇതിനകത്ത് തകർത്ത് പൊളിച്ചു എന്നുള്ളതാണ്. ചില റിവ്യൂവിലൊക്കെ പറയുന്നത് ലാലേട്ടനേക്കാളും തിളങ്ങിയത് മഞ്ജു വാര്യരാണെന്ന് പറയും. പക്ഷേ അശ്വിൻ കോക്ക് റിവ്യൂ പറയാൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ അരമണിക്കൂർ സാങ്കേതികമായിട്ട് മികച്ച നിലവാരം പുലർത്തിയെന്നും അതിനുശേഷം ആൻ്റണി പെരുമ്പാവൂർ വന്നതിന് ശേഷം ചിത്രം താളം തെല്ലിപ്പോയി എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട് ഇൻട്രോ സീൻ, മോഹൻലാലിനെ കാണിക്കുന്ന ഇൻട്രോ സീനൊക്കെ വളരെ മോശം, പക്ഷേ ഇൻട്രോ ഒക്കെ വളരെയധികം തിയേറ്ററിൽ കയ്യടി മേടിച്ച സീനാണ്. അതുപോലെ തന്നെ ഈ ഇൻ്റർവെൽ പഞ്ചൊക്കെ ഉണ്ട് മോശമായി പോയെന്നാണ് പറയുന്നത്. അതും ഇൻ്റർവെൽ പഞ്ചൊക്കെ അടിപൊളിയായിട്ടുണ്ടായി. പിന്നെ പുള്ളി പറയുന്നുണ്ട് സ്റ്റീഫനായിട്ട് വരുമ്പോൾ മോഹൻലാൽ അടിപൊളിയായി മാറി, പക്ഷേ പണം കൊള്ളത്തില്ല. പിന്നെ പുള്ളി നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞത് മഞ്ജു വാര്യരുടെ കഥാപാത്രത്തിൻ്റെ ഒന്നിനും കൊള്ളത്തില്ല, എന്താണ് മഞ്ജു ഇത് കാണിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോഴും ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു, പുള്ളി സിനിമ കണ്ടോ എന്നുള്ളത് എനിക്ക് സംശയം ഉണ്ടായിരുന്നു.
പക്ഷേ ഇതിന് താഴെ വന്നേക്കുന്ന കമൻറ്റുകൾ എന്തൊക്കെയോ ഭയങ്കര സംഭവമാണ്. പക്ഷേ അതിന് ശേഷം ഈ ചിത്രം വൻ പരാജയത്തിലേക്ക് നീങ്ങും എന്നായിരിക്കാം ഒരുപക്ഷെ പുള്ളി വിചാരിച്ചത്. പുള്ളി റിവ്യൂ പറയുന്ന സിനിമകളെല്ലാം പരാജയത്തിലേക്ക് നീങ്ങുകയും ഞാനെന്തോ വലിയ സംഭവമാണെന്ന് പുള്ളി സ്വയം വരുത്തി തീർക്കാനുമുള്ള ശ്രമമായിരുന്നു. പക്ഷേ എമ്പുരാനോട് വേണ്ട കളി എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ എമ്പുരാൻ തകർത്തു വരുന്നതാണ് പിന്നെ കണ്ടത്. പല ഭാഗത്തു നിന്നും നിരന്തര ആക്രമണം ഉണ്ടായി. അതിൽ നിന്നൊക്കെ ചെറുത്ത് എമ്പുരാൻ വൻ വിജയം നേടിയപ്പോൾ മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതിയപ്പോൾ, ഇന്ത്യൻ സിനിമയിലെ ചരിത്രം തന്നെ മാറ്റി എഴുതിയപ്പോൾ അച്ഛൻ കോക്കിനെ പോലുള്ളവരുടെ മൈലേജ് ഇമേജും ഒക്കെ താഴോട്ട് പോയി എന്നുള്ളതാണ്. അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ട് അദ്ദേഹം അടുത്തിടെ വന്നാൽ അതിന് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ മൊത്തം അദ്ദേഹത്തെ തെറി പറഞ്ഞോണ്ട്. തെറി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിവ്യൂ കേട്ട് ഞങ്ങൾ ഈ പടം കാണാതിരുന്നതെങ്കിൽ ഭയങ്കര നഷ്ടമായി മാറിയേനെ എന്നാണ് പലരും 90% ആൾക്കാരെ അഭിപ്രായപ്പെട്ടത്. കാരണം നിങ്ങൾക്ക് റിവ്യൂ പറഞ്ഞില്ല, നിങ്ങൾ മോശപ്പെട്ട റിവ്യൂ ആണ് പറഞ്ഞത്. അതുപോലെ മഞ്ജു വാര്യരുടെ കഥാപാത്രം മികച്ചതായിരുന്നു, നിങ്ങൾ പറഞ്ഞത് മോശമാണെന്നാണ് പറഞ്ഞത്. അതുപോലെ ലാലേട്ടൻ്റെ തിരിച്ചുവരവ് ഗംഭീരമായി, നിങ്ങൾ പറഞ്ഞത് തിരിച്ചുവരവ് മോശമായെന്ന് പറഞ്ഞു. അങ്ങനെ പല രീതിയിലും പുള്ളിയെ വിമർശിച്ചുകൊണ്ടുള്ള കമൻറ്റുകളായിരുന്നു ഇതിൻ്റെ താഴെ വന്നത്. ഞാൻ അശ്വിൻ കോക്കിൻ്റെ വീഡിയോകളൊക്കെ മിക്കവാറും കാണാറുണ്ടെങ്കിലും ഇങ്ങനൊരു പ്രതികരണം ഞാൻ ഇത്രയും നാളായിട്ട് കണ്ടിട്ടേ ഇല്ല. കാരണം ആ വീഡിയോയുടെ താഴെ വന്നേക്കുന്ന 90% പ്രതികരണങ്ങളും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണമായിരുന്നു. അപ്പം നമ്മുടെ അഹങ്കാരത്തിന് നമ്മളെന്തോ ഒക്കെ ആണെന്നൊരു തോന്നലുണ്ടാകുമ്പോൾ നമ്മുടെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടി തന്നെയാണ് അത് എന്ന് 100% ഉറപ്പാണ്. അങ്ങനെ അശ്വിൻ കോക്കിൻ്റെ പത്തി താനാണ് മലയാള സിനിമയുടെ അവസാന വാക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹം എമ്പുരാന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു മുട്ടുകുത്തി വീണു എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലുള്ളൊരു പണി തന്നെയാണ് എമ്പുരാൻ ടീം കൊടുത്തത്. കാരണം എമ്പുരാൻ്റെ വിജയം അശ്വിൻ കോക്കിനെ പോലുള്ളവരുടെ റിവ്യൂവിൻ്റെ സത്യസന്ധതയും ആധികാരികതയൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. പണ്ട് തന്നെ അശ്വിൻ കോക്ക് പറഞ്ഞിട്ടുണ്ട്, റിവ്യൂവർമാർ റിവ്യൂ പറയുന്നത് വലിയ ബുദ്ധിമുട്ടായി മാറും എമ്പുരാന്. കാരണം നേരത്തെ തന്നെ ഇതിൻ്റെ റെക്കോർഡുകളെല്ലാം നേടി വെച്ചപ്പോൾ പിന്നെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് റിവ്യൂ പറഞ്ഞിട്ടും ചെയ്ത ടിക്കറ്റ് ഒന്നും ക്യാൻസലാകും. പല സംവിധായകരും അശ്വിൻ കോക്കിനെ പറ്റി പല പരാതികളും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം പുള്ളിയുടെ കൂടെ നിൽക്കാനാണ് ഞാൻ ഇപ്പോൾ. കാരണം പുള്ളിയുടെ അഭിപ്രായം പറയുന്നത്, പുള്ളിയുടെ കാശ് മുടക്കി പണം കണ്ടതിന് പുള്ളി അഭിപ്രായം പറയുന്നു. പക്ഷേ പലതും നമ്മൾ നോക്കിയപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടതൊന്നുമില്ല എന്നുള്ളത്. ഞാൻ ആ ഒരു വീഡിയോയ്ക്കത് പറയുന്നു, ഇത്രയും എല്ലാം പഠിച്ചൊരു വ്യക്തിയായതുകൊണ്ട് പുള്ളി ഒരു സ്വന്തമായിട്ടൊരു പണം നിർമ്മിക്കുക, മലയാള സിനിമയ്ക്ക് ലക്ഷണമൊത്ത സിനിമ കിട്ടുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഈ കമൻറ്റ് തന്നെ പലരും ആവർത്തിച്ചിട്ടുണ്ട്, നിങ്ങളൊരു സിനിമ ചെയ്ത് നോക്കൂ. അപ്പോൾ സിനിമയെന്ന് പറയുന്ന അനേകം പേരുടെ ജീവിത പ്രശ്നമാണ്, അനേകം പേരുടെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ്. എല്ലാം കൂടി കൊണ്ടുവന്ന് വലിയ കഷ്ടപ്പെട്ട് നമ്മളൊരു പടം കൊണ്ടുവന്ന് ഒരു ഷോ കഴിയുമ്പോൾ അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ വലിച്ചു കീറുന്ന ഒരു രീതിയാണ് അശ്വിൻ കോക്കിനിപ്പം കണ്ടുവരുന്നത്. നമ്മളൊരു പടത്തിൻ്റെ റിവ്യൂ പറയുമ്പം ഇഷ്ടപ്പെടാതിരിക്കാം. ഇപ്പം തെമ്പുരാനെ തന്നെ പറഞ്ഞതിൽ അദ്ദേഹം പറഞ്ഞേക്കുന്ന 1-2 ഭാഗം, കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ചീത്തയായിട്ട് പറഞ്ഞേക്കുന്നത്. ബാക്കി എന്നിട്ട് പുള്ളി മൊത്തം പടത്തെപ്പറ്റി കുറ്റപ്പെടുത്തി പറയുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, കഥയുടെ കാര്യങ്ങളും ഒക്കെ പലർക്കും സംശയമുണ്ടാകും. പക്ഷേ അതിനകത്ത് മേക്കിങ്, അതുപോലെ ക്യാമറ വർക്ക്, അതിൻ്റെ BGM, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആർക്കും തെറ്റു പറയാൻ വയ്യാത്ത അവസ്ഥയിലാണ്. പുള്ളിയെ സംബന്ധിച്ച് പലപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ സംവിധായകനായിട്ട് പുള്ളിയുടെ മനസ്സിലുള്ള വിചാരം രാജമൗലിയാണ്. പുള്ളിയുടെ ബാഹുബലിയൊക്കെ പറയുമ്പോൾ പുള്ളിക്ക് ആയിരുന്നാവാം. അതുപോലെ അന്യഭാഷയിൽ നിന്നൊക്കെ വരുന്ന രാജമൗലിയുടെയൊക്കെ ചിത്രങ്ങൾ എത്ര മോശമാണെന്ന് പുള്ളി നല്ല അഭിപ്രായം പറയുന്നത് കേട്ടു. അതുപോലെ സംഗീതം എന്ന് പറഞ്ഞാൽ അനിരുദ്ധ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പുള്ളി പറയുന്നത്, ബാക്കി ആരും പോരാ എന്നുള്ള രീതിയിൽ തന്നെ. അപ്പോൾ അതിങ്ങനെ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് പലരും വന്ന് രംഗത്ത് വന്നു. അതിനെല്ലാം ഉപരിയാണ് അദ്ദേഹം അഭിലാഷം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ റിവ്യൂ പറയുന്നത്.
അന്നേരം പുള്ളിയുടെ മുഖത്ത് കണ്ണിൻ്റെ വശങ്ങളിലൊക്കെ നീര് പോലെ ചത്ത് കിടക്കുന്നതായിട്ട് കണ്ടുകൊണ്ട് അതിന് താഴെ വന്നിരിക്കുന്ന പല കമൻറ്റുകളുമാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ മൊത്തം ലാലേട്ടൻ്റെ ആരാധകർ തങ്ങളെ തല്ലിയതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്ത് പുള്ളിയങ്ങ് പൊളിച്ചടുക്കിയിരിക്കുക. അത് കണ്ടു കഴിഞ്ഞിട്ട് മുഖത്ത് നല്ല നീരുണ്ട്, എന്തോ വ്യത്യാസം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അലർജിയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഈ ടൈജി ഏതെങ്കിലും പുരട്ടി ഉണ്ടാകുന്ന അലർജി ആണോ എന്ന് തോന്നുന്നു. കണ്ണിൻ്റെ ആനുവശം നല്ല നീര് വന്ന രീതിയിൽ തന്നെയാണ് അത് തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പം ഈ ആൾക്കാരെല്ലാം പൊതുവെ കമൻ്റ് ഇടുന്നത് നമ്മുടെ കമൻ്റ് ഇടുന്നവരല്ലേ. മോഹൻലാലിൻ്റെ ചിത്രത്തിനെ പറ്റി എതിരഭിപ്രായം പറയുമ്പോൾ കൃത്യമായിട്ടുള്ള പണി കിട്ടിയെന്നും അതുപോലെ ലാലേട്ടൻ ആരാധകർ തങ്ങളെ കൈവച്ചു എന്നും ഒക്കെ വളരെ രസകരമായ കമൻറ്റുകൾ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അശ്വിൻ കോക്ക് ഇതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അശ്വിൻ കോക്കിൻ്റെ വ്യക്തിപ്രവാഹത്തിന് ഏറ്റവും ഒരു തിരിച്ചടി കൂടിയാണ് നമ്മുടെ എമ്പുരാൻ്റെ വിജയം. അപ്പം അശ്വിൻ കോക്കിന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണും. അശ്വിൻ കോക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലാലേട്ടൻ്റെ ഭയങ്കര ആരാധകനാണെന്ന്. പക്ഷെ ലാലേട്ടനെ പറ്റി അദ്ദേഹം നല്ലത് പറയുന്നതൊന്നും ഞാൻ കേട്ടിട്ടുമില്ല. ഇപ്പോൾ എമ്പുരാനെ പറ്റി മഞ്ജു വാര്യരെ പറ്റി തന്നെ പറഞ്ഞതാണ് എന്നെ അത്ഭുതപ്പെടുത്തി. മഞ്ജു വാര്യരുടെ കഥാപാത്രം വളരെ മോശമാണെന്ന് പറഞ്ഞു. എനിക്കൊന്ന് അടുത്ത കാലത്ത് മഞ്ജു വാര്യർ ചെയ്ത ശക്തമായ ഫ്രീ കഥാപാത്രമാണ്. മലയാള സിനിമയുടെ ഒരു ശക്തമായ ഫ്രീ കഥാപാത്രം തന്നെയാണ് മഞ്ജു വാര്യരുടെ റോള്. എന്നിട്ട് പുള്ളി എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കൊരു കാരണവശാലും മനസ്സിലായിട്ടില്ല. പക്ഷേ ഇപ്പം പുള്ളിക്ക് മനസ്സിലായി കാണും. എമ്പുരാൻ എന്ന് പറയുന്ന ലാലേട്ടൻ ചിത്രത്തെ ഒന്ന് ഇളക്കി ഞാനെന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പടം വിജയിപ്പിക്കാനും പൊട്ടിക്കാനും പറ്റുമെന്നൊക്കെയുള്ള പുള്ളിയുടെ തോന്നലിനേറ്റ ഒരു തിരിച്ചടിയാണ്. അത് പുള്ളി ഉൾക്കൊള്ളും. ഇനിയുള്ള റിവ്യൂ സത്യസന്ധമായുള്ള രീതിയിൽ പറയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പുള്ളിയുടെ കാഴ്ചപ്പാടിൽ സത്യസന്ധതയായിരിക്കും പറയുന്നത്. പുള്ളിയുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയുമായിരിക്കാം. പക്ഷെ ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ കുറവാണ് നമ്മൾ മുടക്കുന്നത്. നമ്മൾ അന്താരാഷ്ട്ര കോടിക്കണക്കിന് രൂപ ചിലവ് വരുന്ന സിനിമയുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തി പുള്ളി സംസാരിക്കുന്നത്. അതല്ല, മലയാള സിനിമയെ മലയാളമായിട്ട് കണ്ട് അതിനെ വലിച്ചു കീറാം. അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒരുപോലെ പറഞ്ഞ് മുന്നോട്ട് നീങ്ങിയാൽ ഇച്ചിരി കൊണ്ട് നന്നായിരിക്കുമെന്ന് പുള്ളി ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. നിങ്ങൾക്കെന്ത് തോന്നുന്നു അശ്വിൻ കോക്കിൻ്റെ വീഡിയോ കണ്ടിട്ട്? കണ്ടവർ വല്ലതും ഉണ്ടോ? അശ്വിൻ കോക്കിൻ്റെ ഒരു മര്യാദയൊക്കെ വേണോടെ എന്ന് കണ്ടാൽ തുടങ്ങിയാണ് നമ്മുടെ ബൈജു പറഞ്ഞ ആ ഡയലോഗിലാണ് എമ്പുരാൻ്റെ റിവ്യൂ പറഞ്ഞത്. അത് കേട്ടിട്ട് നിങ്ങളാരെങ്കിലും കേട്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.